നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LDC പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 100 സയൻസ് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യപേപ്പറാണ് എടുത്തിരിക്കുന്നത്. 2024 PS നടത്തിയ LDC എക്സാം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അതിന്റെ ചോദ്യപേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇവിടെ നിശാന്തത തന്നിട്ടുണ്ട്, സിറോഫ്താൽമിയ തന്നിട്ടുണ്ട്, ഗ്ലോക്കോമ തന്നിട്ടുണ്ട്. ഇത് മൂന്നും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഈ രോഗവും അതിന്റെ കാരണങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് A മാത്രമേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. അത് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഈ ചോദ്യം വന്നിരിക്കുന്നത് SCRT പാഠഭാഗത്ത് നിന്നാണ്. 10th സ്റ്റാൻഡേർഡ് SCRT ബയോളജി ചാപ്റ്റർ 2 അറിവിന്റെ വാതായനങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യം ഇത്. അപ്പൊ അതിൽ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്: നിശാന്തത, സെറോഫ്താൽമിയ, ഗ്ലോക്കോമ, വർണ്ണാന്ധത മുതലായവ. അപ്പൊ ഇതേ പോയിന്റ് തന്നെയാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. നിശാന്തത, വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന രോഗമാണ് ഏത്? നിശാന്തത. സിറോഫ്താൽമിയ എന്താണ്? ഈ തന്നിരിക്കുന്നതാണ് ഉത്തരം, ഇതല്ല. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ അഭാവത്താൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. ഗ്ലോക്കോമയാണ് അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന അവസ്ഥ. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടി വരുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അപ്പോൾ ഗ്ലോക്കോമ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കുകയും അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ ഗ്ലോക്കോമ എങ്ങനെ പരിഹരിക്കാം? ലേസർ ശസ്ത്രക്രിയയിലൂടെ ഗ്ലോക്കോമ പരിഹരിക്കാവുന്നതാണ്. എന്താണ് തിമിരം? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം, കാറ്ററാക്ട്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏത്? തിമിരം. തിമിരം എങ്ങനെ പരിഹരിക്കാം? ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ തിമിരം പരിഹരിക്കാവുന്നതാണ്. ഇനി ചെങ്കണ്ണ്, ബാക്ടീരിയ, വൈറസ് മുതലായ രോഗകാരികളാൽ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ്. കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന രോഗം ഏത്? കൺജങ്ക്റ്റൈവ. കണ്ണിലെ കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ രോഗമാണ് ഏത്? ചെങ്കണ്ണ്. അപ്പോൾ വൈറ്റമിൻ എ കാഴ്ചാവർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ ഏത് വിറ്റാമിനിൽ നിന്നും രൂപം കൊള്ളുന്നു എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വൈറ്റമിൻ എ. കാഴ്ചാവർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ ഏത് വിറ്റാമിനിൽ നിന്നും രൂപം കൊള്ളുന്നു എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ. ഇനി വർണ്ണാന്ധത, കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഏത്? വർണ്ണാന്ധത. അപ്പോൾ കോൺ കോശങ്ങളുടെ, റോഡ് കോശവും കോൺ കോശവും കണ്ണിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ കോൺ കോശങ്ങളുടെ തകരാറു മൂലം ചുവപ്പ്, പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാതെ വരുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. മറ്റൊരു പ്രശ്നമാണ്, കണ്ണിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അതായത് സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നമാണ് ഏത്? കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അപ്പോൾ കണ്ണിനുണ്ടാകുന്ന ഇത്രയും രോഗങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ജീവകം A1ന്റെ അപര്യാപ്തത രോഗമാണ് മാലക്കണ്ണ് അഥവാ നിശാന്തത. ജീവകം A2ന്റെ അപര്യാപ്തത രോഗമാണ് സിറോഫ്താൽമിയ.
ജീവകം B1 ബെറിബെറി, ജീവകം B1ന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ജീവകം B3 പെല്ലഗ്ര, പെല്ലഗ്ര ബാധിക്കുന്ന അവയവം ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് ഏത്? പെല്ലഗ്ര. ജീവകം B9 അപര്യാപ്തത രോഗം ഏതാ? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12ന്റെ അപര്യാപ്തത രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ. ഓർത്ത് വെച്ചോണം, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം കിട്ടുവേ. പെർനീഷ്യസ് അനീമിയ. ജീവകം സിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ് അഥവാ കണാരോഗം. കണാരോഗം ബാധിക്കുന്ന അവയവം ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ് കണ. അപ്പൊ കണ ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം, സ്കർവി ജീവകം സിയുടെ അപര്യാപ്തത രോഗം. ഇത് രണ്ടും മാറ്റി തിരിച്ചും എപ്പോഴും ചോദിക്കാറുണ്ട്. ജീവകം ഇ വന്ധ്യത, ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. രാജകീയ രോഗം, ക്രിസ്തുമസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഏത്? ഹീമോഫീലിയ. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ്. മാംസ്യം, മാംസ്യം എന്നാൽ പ്രോട്ടീൻ ആണ്. പ്രോട്ടീന്റെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാ? കോഷിയോർക്കർ, മരാസ്മസ്. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മരാസ്മസ് ആണ്. മരാസ്മസ്, കോഷിയോർക്കർ, മരാസ്മസ് എന്നിവ മാംസ്യത്തിന്റെ അപര്യാപ്തത രോഗങ്ങളാണ്. ഹീമോഗ്ലോബിൻ അനീമിയ, ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. ഇരുമ്പിന്റെ അപര്യാപ്തത രോഗവും ഏതാണ്? അനീമിയാണ്, വിളർച്ച. ഇനി ഇൻസുലിൻ, ഇൻസുലിന്റെ അപര്യാപ്തത രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ്, അതായത് ബ്ലഡ് ഷുഗർ ആണ്, ഡയബറ്റീസ് മെലിറ്റസ്. വാസോപ്രസിന്റെ അപര്യാപ്തത രോഗം, വാസോപ്രസിന്റെ മറ്റൊരു പേരാണ് ADH, ആന്റി ഡയറിയൂട്ടിക് ഹോർമോൺ. ഡയബറ്റിക് ഇൻസിപ്പിഡസ്, അതായത് യൂറിനിൽ ഷുഗർ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. അയഡിന്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ, അയഡിന്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ. ഏത് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ഗോയിറ്റർ ബാധിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും ഞാൻ അത്രത്തോളം ഫാക്ട്സ് ആണ് പറയുന്നത്. 100ൽ കൂടുതൽ ഫാക്ട്സ് ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണേ. ശ്രദ്ധിച്ചു തന്നെ ഇരിക്കാം. അടുത്ത ചോദ്യം, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. അപ്പോൾ പറഞ്ഞു ഇരുമ്പിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത രോഗവും അനീമിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അവിടെ കണക്ട് ചെയ്യാം? ഇരുമ്പാണ്, ഇരുമ്പ്. രക്തം, ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിൽ രക്തത്തിന്റെ അളവ് എത്രയായിരിക്കും? 5 മുതൽ 5.5 ലിറ്റർ രക്തം ഉണ്ടായിരിക്കും. 5 മുതൽ 5.5 ലിറ്റർ രക്തമാണ് ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിൽ ഉണ്ടായിരിക്കുക. രക്തത്തിന്റെ pH മൂല്യം എത്രയാ? 7.4. എപ്പോഴും ചോദിക്കാറുണ്ട്. 7.4 ആണ് രക്തത്തിന്റെ pH മൂല്യം. രക്തം കട്ട പിടിക്കാൻ എത്ര സമയം എടുക്കും? 3 മുതൽ 6 മിനിറ്റ് ആണ് രക്തം കട്ട പിടിക്കാൻ എടുക്കുന്നത്. രക്തത്തിൽ ദ്രാവക ഭാഗവും ഉണ്ട്, രക്തകോശങ്ങളും കാണപ്പെടുന്നുണ്ട്. രക്തത്തിന്റെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. രക്തകോശങ്ങൾ ഈ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ഇനി പ്ലാസ്മയിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്നു. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ. ഈ ഓരോന്നിന്റെയും ധർമ്മം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആൽബുമിന്റെ ധർമ്മം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഗ്ലോബുലിന്റെ ധർമ്മം, അതുപോലെ ഫൈബ്രിനോജന്റെ ധർമ്മം, ഈ മൂന്നിന്റെയും ധർമ്മം ഇമ്പോർട്ടന്റ് ആണ്. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. PSC തിരിച്ചാണ് ചോദിക്കാറ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേരെന്താണ്? ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഗ്ലോബുലിൻ. വളരെ ഇമ്പോർട്ടന്റ്. രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേരെന്താണ്? ഗ്ലോബുലിൻ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ആണ് രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവ പ്ലാസ്മ പ്രോട്ടീനുകളാണ്. പ്ലാസ്മ പ്രോട്ടീൻ, പ്ലാസ്മയിൽ 7 മുതൽ 8% വരെ ഈ പ്രോട്ടീൻസ് ആണ് കാണപ്പെടുന്നത്. രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് ഏത്? പ്ലാസ്മ. ഇളം മഞ്ഞ കളറാണ് ഏതിനുള്ളത്? പ്ലാസ്മയ്ക്ക് ഉള്ളത്.
ഇനി ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ അനീമിയ. അനീമിയയാണ് രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? അനീമിയയാണ്. രക്തകോശങ്ങൾ ഏതൊക്കെ? 3 തരത്തിലുള്ള രക്തകോശങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ചുവന്ന രക്താണുക്കൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അരുണ രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്. അപ്പൊ എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണെന്ന് ഓർക്കുക. ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 120 ദിവസമാണ്. 120 ദിവസം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണ രക്താണുക്കളാണ്, RBCകളാണ്. RBCക്ക് മർമ്മമുണ്ടോ? ഇല്ല. പക്ഷേ മർമ്മത്തോടു കൂടിയ RBC ഉള്ള ഒരു ജീവിയുണ്ട്. ഏതാണ് ആ ജീവി? ഒട്ടകമാണ്. ഒട്ടകം. ഇനി ശ്വേത രക്താണുക്കൾ WBC. വെളുത്ത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റുകൾ. ലൂക്കോസൈറ്റുകൾ. 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേത രക്താണുക്കളുടെ ആയുർദൈർഘ്യം. 5 ടൈപ്പിലുള്ള ശ്വേത രക്താണുക്കളാണ് ഉള്ളത്. ഏതൊക്കെ? ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. അതിൽ PSC ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം രോഗങ്ങളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമായ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാഗോസൈറ്റുകളായി പ്രവർത്തിക്കുന്ന ശ്വേത രക്താണുക്കൾ ഏതൊക്കെ? കഴിഞ്ഞൊരു എക്സാമിനും ചോദിച്ചു. മോണോസൈറ്റും ന്യൂട്രോഫില്ലും ആണ്. മോണോസൈറ്റും ന്യൂട്രോഫില്ലും ആണ് ഫാഗോസൈറ്റായി പ്രവർത്തിക്കുന്ന ശ്വേത രക്താണുക്കൾ. എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫില്ലും. മോണോസൈറ്റും ന്യൂട്രോഫില്ലും ആണ്. ഇനി പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമം എന്താ? ത്രോംബോസൈറ്റ്. പ്ലേറ്റ്ലെറ്റുകളുടെ ശാസ്ത്രീയ നാമമാണ് ത്രോംബോസൈറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാ? AB നെഗറ്റീവ് ആണ്. AB നെഗറ്റീവ്. ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 മില്ലി ആണ്. 300 മില്ലി. അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് പറഞ്ഞു? ഫൈബ്രിനോജൻ ആണെന്ന് പറഞ്ഞു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണെന്ന് പറഞ്ഞു? പ്ലേറ്റ്ലെറ്റുകൾ ആണെന്ന് പറഞ്ഞു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം, ഇതെല്ലാം ചോദ്യങ്ങളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K ആണ്. ഈ 4 ചോദ്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. അപ്പൊ ആ ബാക്ടീരിയയുടെ പേരാ ചോദിച്ചേക്കുന്നത്. ലെപ്റ്റോസ്പൈറ. വളരെ ഇമ്പോർട്ടന്റ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയുടെ പേരെന്താ? ലെപ്റ്റോസ്പൈറ. പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെ? എലിപ്പനി, കോളറ, കുഷ്ഠം, ടൈഫോയിഡ്, ന്യൂമോണിയ, ആന്ത്രാക്സ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, ഗൊണേറിയ, ബോട്ടുലിസം, വില്ലൻ ചുമ, പ്ലേഗ്, ഡിഫ്തീരിയ മുതലായവയൊക്കെ, ക്ഷയം മുതലായവയൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പോൾ കോളറ, കുഷ്ഠം, ക്ഷയം, പ്ലേഗ്, എലിപ്പനി, ഡിഫ്തീരിയ, ടൈഫോയിഡ്, ന്യൂമോണിയ, ടെറ്റനസ്, ആന്ത്രാക്സ്, സിഫിലിസ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, ഗൊണേറിയ, വില്ലൻ ചുമ, ബോട്ടുലിസം ഇവയൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ബാക്ടീരിയ രോഗങ്ങൾ. അതിൽ എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക്ക. ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക്ക എന്നത് എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ്. കുഷ്ഠത്തിന് കാരണമായ രോഗകാരിയാണ് മൈക്രോബാക്ടീരിയം ലെപ്രേ. മൈക്രോബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠത്തിന് കാരണമായ രോഗകാരി. കോളറ രോഗത്തിന് കാരണമായ രോഗകാരിയാണ് വിബ്രിയോ കോളറേ. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ രോഗകാരിയാണ് സാൽമോണല്ല ടൈഫി. ബോട്ടുലിസം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയാണ്. ബോട്ടുലിസത്തിന് കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ഇനി ടൈഫോയിഡിന് കാരണമായത് സാൽമോണല്ല ടൈഫി ആണെന്ന് പറഞ്ഞു.
ടെറ്റനസിന് കാരണമായ ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നതാണ് ടെറ്റനസിന് കാരണമായ ബാക്ടീരിയയുടെ പേര്. പ്ലേഗിന് കാരണമായ രോഗകാരി എഴ്സീനിയ പെസ്റ്റിസ്. എഴ്സീനിയ പെസ്റ്റിസ്, ഓപ്ഷൻ സി, എഴ്സീനിയ പെസ്റ്റിസ് ഏത് രോഗത്തിന് കാരണമായ രോഗകാരിയാണ്? പ്ലേഗിന് കാരണമായ രോഗകാരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ 100-ലധികം മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആയിരുന്നു. എല്ലാ പോയിന്റ്സും നിങ്ങൾ നോക്കി പഠിക്കുക. ഇനി പരീക്ഷയ്ക്ക് ചുരുക്കം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് തന്നെ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.